ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ ഏറ്റവും പുതിയ ഫീച്ചറായ ഇൻസ്റ്റഗ്രാം റീൽസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൽ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് മ്യൂസിക് ആഡ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റഗ്രാം എന്ന് കൊടുക്കാം. ഇവിടെ അപ്ഡേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ അപ്ഡേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജാണിത്. ഇൻസ്റ്റഗ്രാമിൻ്റെ നമ്മളുടെ പേജിൻ്റെ യുവർ സ്റ്റോറി എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു ക്യാമറ ഓപ്പൺ ആയി വരും. അവിടെ നമുക്ക് ലൈവ് സ്റ്റോറി ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും, റീൽസ് എന്ന് പറഞ്ഞിട്ട്. ഇൻസ്റ്റഗ്രാം റീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇൻസ്റ്റഗ്രാം റീൽസിൻ്റെ ഇൻ്റർഫേസ്. ഇത് ടിക്ടോക്കായിട്ട് വെരി സിമിലർ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ഇൻസ്റ്റഗ്രാം റീൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് കുറച്ച് പറയാം. ഇതൊരു ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഫീച്ചറാണിത്. ഇതിൽ നമുക്ക് 15 സെക്കൻഡ്സ് വീഡിയോ ആണ് ചെയ്യാൻ പറ്റുക. ടിക്ടോക്ക് പോലെ തന്നെയാണ്. ടിക്ടോക്കിലുള്ള അത്രയും സമയമില്ല, 15 സെക്കൻഡ്സ് വീഡിയോ ആണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും, മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാ കാറ്റലോഗ്സ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിത് സാധാരണ പോലെ തന്നെ ഏത് പ്ലാറ്റ്ഫോമിലേക്ക് വേണമെങ്കിലും നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. പിന്നെ നമുക്കിതുപോലെ ടിക്ടോക്കിൽ ചെയ്യുന്ന പോലെ അതിൻ്റെ വീഡിയോ സ്പീഡ്, എഫക്റ്റ്, ടൈമർ അതൊക്കെ ആഡ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ലൈബ്രറി ഉണ്ട്, ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം, നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ മെയിനായിട്ടുള്ളത് ഇതിൽ നമുക്ക് AR എഫക്റ്റ്, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എഫക്ട്സ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ കുറച്ച് അലൈൻമെൻറ്റ് ഫീച്ചേഴ്സ് ഇതിൽ എക്സ്ട്രാ ഉണ്ട് ടിക്ടോക്കിനേക്കാളും. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് കൂടുതലാണുള്ളത് ടിക്ടോക്കിനേക്കാളും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ക്യാമറ ഓൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇവിടെ സേവ് ആയിക്കോളും. നമുക്കിതുപോലെ ലൈവായിട്ട് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സേവ്ഡ് റെക്കോർഡഡ് വീഡിയോസ് എടുത്തിട്ട് നമുക്ക് അതിൽ എഡിറ്റിംഗ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. ഞാനിപ്പോൾ ഒരു റെക്കോർഡഡ് വീഡിയോ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കതിൽ ഓൾറെഡി അപ്ലോഡഡ് വീഡിയോസും നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇതിപ്പോൾ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ വീഡിയോ ഓൺ ആക്കുന്നില്ല. ഇൻസ്റ്റൻ്റായിട്ട് ഇതുപോലെ ഇവിടെ 15 സെക്കൻഡ്സ് വീഡിയോ ഇവിടെ റെക്കോർഡാവുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെയും ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് ടിക്ടോക്കിലുള്ള പോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനും സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനും ടെക്സ്റ്റ് മെസ്സേജസ് കൊടുക്കാനും ഡ്രോ ചെയ്യാനും എല്ലാ ഓപ്ഷൻസും അതിലുണ്ട്. നമ്മൾ കൂടുതലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ നമുക്കത് ആവശ്യമില്ലെങ്കിൽ നമുക്കത് ഡിസ്കാർഡ് ചെയ്ത് കളയാനും പറ്റും. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ഓപ്ഷൻസ് നോക്കാം. ഈ ഓഡിയോ എന്ന് പറയുന്നതാണ് നമ്മളുടെ ലൈബ്രറിയാണ്. ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലൈബ്രറിയിലേക്ക് അത് മൂവ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ലൈബ്രറീസ് കിട്ടും. അതുകൂടാണ്ട് നമുക്ക് ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ ഓൺ വോയിസിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നീടുള്ളൊരു ഓപ്ഷനാണ് ടൈമർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ്. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോസ് ചെയ്ത് വെക്കാനും ടൈമർ സെറ്റ് ചെയ്യാനും, ഫോൺ ഒരു ദൂരത്ത് കൊണ്ടുവച്ചിട്ടാണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ ടൈമർ സെറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അതുകൊണ്ട്. പിന്നെ നമുക്കിവിടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ അതിനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ അതിൻ്റെ സെറ്റിങ്സ് ആണുള്ളത്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം സെറ്റിങ്സ് കാണാം. നമ്മളിത് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ എല്ലാവരും കാണണോ, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നവർ മാത്രം കണ്ടാൽ മതിയോ, പിന്നെ ഗാലറിയിലേക്ക് സേവ് ചെയ്യണോ, ഷെയറിങ് ഓപ്ഷൻസ്, പിന്നെ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യണോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാം. നമ്മളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്കത് ഓണാക്കാനും ഓഫാക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടിക്ടോക്കിനെക്കാട്ടിലും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മളുടെ വീഡിയോസും ഷോർട്ട് വീഡിയോസ് എടുക്കാനും അത് ഷെയർ ചെയ്യാനൊക്കെ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം റീൽസിനെ പറ്റിയിട്ട് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.